തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും തസ്മീദ് എന്ന 13 വയസ്സുകാരി കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുട്ടി ചെന്നൈയിലെത്തി എന്നുള്ള സ്ഥിരീകരണവും വരുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് ഗുവാഹട്ടി എക്സ്പ്രസിൽ കയറി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ 4 SP-മാരുടെ സംഘം കൂടി കുട്ടിയെ കണ്ടെത്താൻ മറ്റൊരു ട്രെയിനിൽ SP-മാരുടെ സംഘം കൂടി അവിടേക്ക് തിരിക്കും. കുട്ടി മറ്റൊരു ട്രെയിനിൽ കയറിയതായും സംശയിക്കുന്നുണ്ട്. കേരള പോലീസ് ചെന്നൈയിലേക്ക് ഉടൻ തിരിക്കും. കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളിൽ കേരളം ഒന്നാകെ ചർച്ച ചെയ്തത് ഈ കുട്ടി എവിടെ, 13 വയസ്സുകാരി എവിടെ എന്നത് സംബന്ധിച്ചാണ്. ന്യൂസ് ആൻഡ് വ്യൂസും ഈ വിഷയത്തിൽ തന്നെയാണ് പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ നമ്മളോടൊപ്പം ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നുണ്ട്. ഡോക്ടർ LC ഉമ്മൻ അതിഥിയായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം വിജിൻ വായാന്തോടിലേക്ക് പോവുകയാണ്. വിജിൻ, ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന CCTV ദൃശ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നത്. ഇതിൽ എത്രമാത്രം സ്ഥിരീകരണം വന്നിട്ടുണ്ട്? എങ്ങനെയാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ? അസ്ത, ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുട്ടി ചെന്നൈയിലെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് തന്നെ. ഒപ്പം തന്നെ ഗുവാഹട്ടി എക്സ്പ്രസിൽ കുട്ടി കയറി എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആസാമിലേക്ക് തിരിച്ചു പോകാൻ തന്നെയായിരുന്നു കുട്ടിയുടെ കൃത്യമായ പ്ലാൻ എന്നുള്ള ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ കന്യാകുമാരിയിലേക്ക് വന്ന കുട്ടി പിന്നീട് തിരിച്ച് ആ കന്യാകുമാരി എക്സ്പ്രസിൽ തന്നെ, അത് ചെന്നൈയിലേക്കാണ് പോകുന്നത്, ആ എക്സ്പ്രസിൽ തന്നെ തിരിച്ചു കയറിയ ദൃശ്യങ്ങൾ ലഭിച്ചു. ഏറ്റവും ഇന്നലെ രാവിലെ മുതൽ നടന്ന തെരച്ചിലിന് ഒടുവിൽ ഈ CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിച്ചതിന് ഇടയിൽ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതായുള്ള ഒരു CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല. ഉച്ചവരെ നടത്തിയ പരിശോധനയിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് നാഗർകോവിലേക്ക് കൂടുതൽ ശക്തമായ നിലയിലുള്ള CCTV പരിശോധനകൾ നടത്തണമെന്ന് പോലീസ് RPF-നോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ മറ്റൊരു സംഘമാണ്, കേരള പോലീസിൻ്റെ സംഘമാണ് ഈ നാഗർകോവിലെത്തിയത്. RPF-ന്റെ കൂടി സഹായത്തോടെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കുട്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു കുപ്പിയിൽ വെള്ളവും എടുത്ത് തിരികെ കയറുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അതിനർത്ഥം കുട്ടി എന്തായാലും കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അരമണിക്കൂർ സമയം പിന്നിട്ടതിന് ശേഷം കുട്ടി കന്യാകുമാരിയിൽ എത്തി. ആ ട്രെയിൻ കന്യാകുമാരിയിൽ നിർത്തുന്നു, അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് അത് ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് ആയാണ് തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെന്നൈ എക്സ്പ്രസിൽ തന്നെ കുട്ടി വീണ്ടും കയറുന്നു. അത് ഈ ശുചീകരണ തൊഴിലാളികൾ ആ കുട്ടിയെ കാണുന്നു. അതിനുശേഷം കുട്ടി പിന്നീട് അവരിൽ നിന്നും മാറാൻ വേണ്ടി പിന്നീട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം കുട്ടി വീണ്ടും ട്രെയിനിലേക്ക് കയറി ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുന്നു. ഇന്ന് രാവിലെ 6:34 ചെന്നൈയിൽ ട്രെയിൻ എത്തുന്നു. ആ ട്രെയിനിലെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് RPF-ന്റെ സഹായത്തോടെ പരിശോധിക്കുന്നു. ആ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നു. അവിടെ നിന്ന് കുട്ടി നേരെ ഗുവാഹട്ടി എക്സ്പ്രസിലേക്ക്, മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ചെന്ന് അവിടെ നിന്ന് ആ ട്രെയിനിൽ കയറി എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആസാമിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്ന കൃത്യമായ ഒരു ധാരണയിലുള്ള യാത്ര തന്നെയായിരുന്നു കുട്ടിയുടേത് എന്ന് വ്യക്തമാകുന്നതാണ് ഈ CCTV ദൃശ്യങ്ങളും കുട്ടി സഞ്ചരിച്ച പാതകളും ഒക്കെ എന്ന് പറയുന്നത്. എന്തായാലും വെറും 40 രൂപ മാത്രമാണ് ഇന്നലെ ഒരു സഹയാത്രികയായ വിവിധ കണ്ട സമയത്ത് കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ആ പണവും എടുത്താണ് ഈ പെൺകുട്ടി, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ഗുവാഹത്തിയിലേക്ക് യാത്ര തിരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ കുട്ടിയുടെ മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ 50 രൂപ മാത്രമാണ് കുട്ടി വീട്ടിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ കയ്യിൽ കരുതിയിരുന്നത് എന്ന ഒരു മൊഴി നൽകിയിരുന്നു, മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് കുട്ടിയെ ട്രെയിനിൽ വെച്ച് കണ്ട മറ്റൊരു വിദ്യാർത്ഥിനി 40 രൂപ മാത്രമാണ് കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഈ 40 രൂപ മാത്രം വെച്ച് ഒരു 13 വയസ്സുകാരി ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക്, ഇന്ത്യൻ റെയിൽവേയിൽ കയറി വിവിധ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നു. ആ കുട്ടിയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. അതിൻ്റെ ഇടയിൽ നിരവധി പരിശോധനകൾ നടക്കേണ്ടതാണ്, നിരവധി ആളുകൾ ആ കുട്ടിയെ കാണേണ്ടതാണ്. പക്ഷേ ഒരു 13 വയസ്സുകാരി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും അതിൽ സംശയിക്കത്തക്ക നിലയിൽ ഒന്നും റെയിൽവേക്കോ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പരിശോധനകൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അസ്ത, തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടായിരിക്കണം കുട്ടി യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, റെയിൽവേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അത് കുട്ടി മനസ്സിലാക്കിയത് കൊണ്ടൊന്നും ആയിരിക്കില്ല അത്തരത്തിൽ ആ കമ്പാർട്ട്മെൻറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. ഇല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ ഇക്കാര്യത്തിലുള്ള സഹായം ലഭിച്ചിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു സഹായം ലഭിച്ചതായി നിലവിൽ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടില്ല. ഇനി കുട്ടിയെ കണ്ടെത്തിയ ശേഷം തുടരന്വേഷണം നടക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ സഹായം കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്
സംസാരിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടത്. എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും വലിയ അക്രമകാരി ഉൾപ്പെടെ ഇത്തരത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നും ഒരു തരത്തിലുള്ള നിരീക്ഷണമോ അതുപോലെ തന്നെ ഒരു പരിശോധനയോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ 13 വയസ്സുകാരിയുടെ ഈ യാത്ര എന്ന് പറയുന്നത്. എന്തായാലും കുട്ടി സഞ്ചരിക്കാൻ തീരുമാനിച്ചത് അത് ആസാമിലേക്ക് തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 13 വയസ്സുകാരിയാണ്, വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദി വായിക്കാനും ഒക്കെ അറിയാം. അത്തരത്തിൽ ഹിന്ദിയിൽ ആരോടെങ്കിലും സംസാരിച്ചിട്ടായിരിക്കണം ഈ ട്രെയിൻ ഈ സമയത്ത് ഉണ്ട് എന്ന കാര്യം ഒക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ ട്രെയിനിലേക്ക് കയറി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ചെന്നൈ വരെ എത്തുകയും ചെന്നൈയിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി ഗുവാഹത്തി എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സ്ഥിരീകരണമുണ്ട്. എന്തായാലും സംസ്ഥാന പോലീസിന്റെ സംഘം 3 സംഘങ്ങളാണ് ഗുവാഹത്തിയിലേക്കും ഒപ്പം തന്നെ ആസാമിലേക്കും മറ്റൊരു സംഘം ചെന്നൈയിലേക്കും തിരിച്ചിട്ടുണ്ട്. ചെന്നൈയിലേക്കുള്ള സംഘം നിലവിൽ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിമാനമാർഗമാണ് 3 വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള സംഘവും യാത്ര ചെയ്യുന്നത്. അവർ അവിടെ എത്തി കൂടുതൽ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊക്കെ നടത്തും. അവിടെയുള്ള അസമിൽ ഉൾപ്പെടെയുള്ള പോലീസിന്റെ സഹായം കൂടി പോലീസ് തേടുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കുട്ടിയെ കണ്ടെത്തുകയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. അതിനുശേഷം കുടുംബത്തിന്റെ കൂടി താല്പര്യപ്രകാരം എന്ത് തരത്തിൽ കുട്ടിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണമോ ഇവരങ്ങോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഒക്കെ തീരുമാനമെടുക്കേണ്ടത് പിന്നീടാണ്. എന്തായാലും കുട്ടിക്ക് മറ്റൊരു അപകടവും സംഭവിക്കാതെ ചെന്നൈ വരെ എത്തിയിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് ഗുവാഹത്തി എക്സ്പ്രസിലേക്ക് കയറി യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആരുടെയെങ്കിലും സഹായത്താൽ ഭക്ഷണമോ വെള്ളമോ ഒക്കെ കുട്ടിക്ക് ലഭിച്ചിരിക്കാനുള്ള സാധ്യതയും കാണേണ്ടതാണ്. കാരണം ഈ 2 ദിവസത്തോളമായി കാണാതായിരുന്ന മണിക്കൂറുകളായി കാണാതിരുന്ന കുട്ടി 2 രാത്രികൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അത്തരത്തിൽ വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മാറാൻ വേണ്ടി ആരുടെയെങ്കിലും സഹായം കുട്ടി തേടിയിട്ടുണ്ടാകണം. നമ്മൾ നാഗർകോവിൽ കണ്ടതാണ്, ഒരു കുപ്പിയുമായി വെള്ളമെടുക്കാനായി കുട്ടി പുറത്തിറങ്ങുന്നതായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുട്ടിയൊരു കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായി തിരിച്ച് തന്റെ നാട്ടിലേക്ക് പോകണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചതായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുന്നുള്ളതാണ്. വിജിൻ തുടരണം. വിജിനിൽ നിന്ന് മറ്റ് വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഈ വാർത്ത രാവിലെ മുതൽ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ആൾ കൂടിയാണ് വിജിൻ. ആ നിലയിൽ വിജിൻ ഒരുപാട് വിവരങ്ങൾ പ്രേക്ഷകരുമായി ഒരിക്കൽ കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ഞാൻ വിജിനിലേക്ക് മടങ്ങി വരാം. അതിനു മുൻപ് ഞാൻ ഡോക്ടർ എൽസി ഉമ്മനിലേക്ക് പോവുകയാണ്. ഡോക്ടർ നോക്കൂ, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വിശദീകരിക്കുന്നതനുസരിച്ച് 13 വയസ്സുകാരിയുടെ ഒരു യാത്രാപഥമാണിത്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ ആ കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ഏതൊക്കെ ട്രെയിൻ മാറി കയറണമെന്ന് ഉള്ളത് തീരുമാനിക്കപ്പെടുന്നു. എവിടെ ഇറങ്ങിയാൽ വെള്ളം ലഭിക്കാമെന്ന് മനസ്സിലാക്കുന്നു. വീട്ടിൽ അമ്മ വഴക്കു പറഞ്ഞതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടൊരു കുട്ടിയാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇത്ര ലക്ഷ്യബോധത്തോടു കൂടി ആ കുട്ടി നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും തിരികെ വീട്ടിലേക്ക് വരണമെന്ന് ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല. സാധാരണ ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ വീട്ടുകാരൊക്കെ വഴക്കു പറയുമ്പോൾ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ആ കുട്ടിക്ക് തിരികെ എത്തണം എന്നില്ല എന്നുള്ളിടത്താണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഈ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ താങ്കൾ കാണുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ശരി, ഞാൻ വരാം. എൽസി ഉമ്മനിലേക്ക് മടങ്ങി വരാം. വിജിനിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോകുകയാണ്. വിജിൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്ലാനിങ്ങോട് കൂടി ഇറങ്ങി പുറപ്പെട്ടൊരു കുട്ടിയാണ്. സാധാരണ നിലയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാളെ കണ്ടെത്തരുതെന്ന് അയാൾ തീരുമാനിച്ചാൽ അയാളിലേക്ക് എത്തുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമാണ് എന്നുള്ളത്. ഇവിടെ കുട്ടിയുടെ പ്രായം പരിഗണിച്ചാണ് ആദ്യഘട്ടം മുതൽ തന്നെ എല്ലാ തരത്തിലുമുള്ള സമഗ്രമായ പരിശോധന. പെൺകുട്ടിയാണ് എന്നുള്ളത് പ്രത്യേക പരിഗണന. പക്ഷേ കുട്ടി ഇങ്ങനെ ഒരു തരത്തിലും പിടിതരാത്ത തരത്തിൽ കൃത്യമായി തീരുമാനിച്ചു പോകുകയാണ്. ഇനിയിപ്പോൾ ഗുവാഹത്തിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇനിയുള്ള അന്വേഷണം ആ നിലയിൽ എങ്ങനെയാണ് വിജിൻ പുരോഗമിക്കുക? എന്തായാലും പോലീസ് ഇതിൽ കൃത്യമായൊരു അന്വേഷണം തന്നെയാണ് ഇന്നലെ മുതൽ കുട്ടിയെ കാണാതായ സമയം മുതൽ നടത്തിയത് എന്നുള്ളതാണ്. കുട്ടി ഈ ട്രെയിനിൽ യാത്ര ചെയ്തു എന്നുള്ള വിവരം സഹയാത്രക്കാരിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങൾ തന്നെ സഹയാത്രക്കാരി പകർത്തി പോലീസിനും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾക്കും ഒക്കെ നൽകുന്നു. ആ ചിത്രങ്ങൾ കൃത്യമായി പോലീസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നു. ഈ കുട്ടി എത്താൻ സാധ്യതയുള്ള പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ തമിഴ്നാട്ടിലേക്കാണ് ട്രെയിൻ പുറപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കന്യാകുമാരിയിലെ പോലീസിന് വിവരം നൽകുന്നു. ഒപ്പം RPF വിവരം നൽകുന്നു. പോലീസ് ഇവിടെ എത്തിയതിനു ശേഷം തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ ഈ
ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്നു. അങ്ങനെ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഏത് ഭാഗത്തേക്ക് പോയി എന്നതുൾപ്പെടെയുള്ള കണ്ടെത്താനുള്ള വിശദമായ ഒരു പരിശോധനയും നീക്കവും ഒക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ രണ്ട് ഓട്ടോ ഡ്രൈവർമാർ ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നത് കുട്ടിയെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടു എന്നായിരുന്നു. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബീച്ചിലും രാവിലെ തന്നെ പരിശോധന നടത്തി. ആ ഭാഗത്തൊന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഓട്ടോ ഡ്രൈവർമാർ അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എന്ന വിവരം പോലീസ് ലഭിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും പോലീസ് ഈ മറ്റ് പ്രദേശങ്ങളിലേക്ക് നടത്തുന്ന അന്വേഷണം നിർത്തിയില്ല, അത് തുടർന്നുകൊണ്ടിരുന്നു. പിന്നീടാണ് പോലീസ് ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുകയും കൂടുതൽ CCTVകൾ മണിക്കൂറുകളെടുത്ത് പരിശോധിക്കുന്നു, പുറത്തുള്ള കടകളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. അതിനുശേഷം ഇവിടെ ഉച്ചയോടുകൂടി ഒരു തരത്തിലും കുട്ടിയുടെ ദൃശ്യങ്ങൾ ഈ ആ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ ഒരു ദൃശ്യങ്ങളിലും കണ്ട് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് പോലീസ് പിന്നീട് നാഗർകോവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കണം എന്ന് പോലീസ് RPFന് നിർദ്ദേശം നൽകുന്നു. ഏറ്റവും ഈ ഘട്ടത്തിൽ നിർണായകമായി കരുതാൻ കഴിയുന്നത് ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയായിരിക്കും അല്ലേ? അതിന് മുൻപ് മറ്റൊരു വിദ്യാർത്ഥിയുടെ മൊഴി നമ്മൾ കണ്ടിരുന്നു. ഈ കുട്ടിയെ ട്രെയിനിൽ വെച്ച് കണ്ടു, അവരാണ് ഈ ഫോട്ടോ എടുത്തത്. അതിനുശേഷം കുട്ടിയെ കണ്ടു എന്നുള്ള സ്ഥിരീകരണം വരുന്നത് ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയിലൂടെ ആയിരിക്കും. അവരെങ്ങനെയാണ് ഈ കുട്ടിയെ മനസ്സിലാക്കിയത് വിജിൻ? അസ്ദ, ആദ്യം ഈ ശുചീകരണ തൊഴിലാളികൾക്ക് ഇന്ന് കാണാതായ കുട്ടിയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ നാഗർകോവിലിലെ പരിശോധനയ്ക്ക് ശേഷം കുട്ടി എന്തായാലും കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന ഉറപ്പിലേക്ക് പോലീസ് എത്തുന്നു. അതിനുശേഷം ഈ മറ്റ് പ്ലാറ്റ്ഫോമുകളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാൻ പോലീസ് തന്നെ RPFനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടത് പ്രകാരം പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി ഒരു തവണ പുറത്തിറങ്ങുന്നതും പിന്നീട് വീണ്ടും കയറുന്നതും പിന്നീട് പുറത്തിറങ്ങുന്നതും കണ്ടത്. അതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. അപ്പോഴാണ് പോലീസിനോട് ശുചീകരണ തൊഴിലാളികൾ വ്യക്തമാക്കിയത് ഇങ്ങനെയൊരു കുട്ടി തങ്ങളെ കണ്ടപ്പോൾ പുറത്തിറങ്ങുന്നത് തങ്ങൾ കണ്ടു എന്നുള്ളത്. പിന്നീടാണ് ആ ഫോട്ടോ ഉൾപ്പെടെ അവർ തിരിച്ചറിയുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി തന്നെയാണ് എന്ന കാര്യം വ്യക്തമാകുന്നത്. ഈ CCTV ദൃശ്യത്തിലും മുഖം വ്യക്തമല്ലെങ്കിലും കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം ഉൾപ്പെടെ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നടന്ന് പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ട് താൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുട്ടിയെ ആണെന്ന് മനസ്സിലാക്കുന്നു. കുട്ടി ആ ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ തന്നെ കയറി യാത്ര തുടർന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ചെന്നൈയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. RPFന്റെ സഹായം തേടുന്നു. അതിനിടയിൽ കുട്ടി മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് എന്ന കാര്യത്തിൽ പോലീസിനൊരു അനുമാനമുണ്ടായിരുന്നു. കാരണം രാത്രിയാണ് ട്രെയിൻ യാത്ര നടത്തിയത്. 6:34 ചെന്നൈ എഗ്മോറിൽ ട്രെയിൻ എത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും കുട്ടി ഇറങ്ങിയിട്ടുണ്ടാകില്ല എന്ന ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെ ചെന്നൈയിലെ RPF ഉദ്യോഗസ്ഥരോട്, റെയിൽവേ സ്റ്റേഷനിലെ RPF ഉദ്യോഗസ്ഥരോട് എത്രയും പെട്ടെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടി നടന്നു പോകുന്നതും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ ടെലിഫോൺ ലൈനിലെ തടസ്സം നീങ്ങിയിട്ടുണ്ട്. ഡോക്ടർ സ്യൂമൻ, ഞാൻ അല്പം മുമ്പ് ചോദിക്കാൻ ശ്രമിച്ചത് ഈ 13 വയസ്സുകാരുടെ യാത്രാപഥത്തെക്കുറിച്ചാണ്. വിജിൻ വിശദമായി തന്നെ വിശദീകരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് മാധ്യമ വാർത്തകളിലൂടെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ആ 13 വയസ്സുള്ള പെൺകുട്ടി അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏറെക്കുറെ എത്തിയിരിക്കുന്നു. സാധാരണ നിലയിൽ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വീട് വിട്ടിറങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത, അതൊക്കെ പതിവാണ്. പക്ഷേ ഇത്ര മണിക്കൂറുകൾക്ക് ശേഷവും ആ കുട്ടിക്ക് മടങ്ങി വരണം എന്നൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്നുള്ളിടത്താണ് എന്തായിരിക്കും ആ കുട്ടിയെ ഇങ്ങനെ നയിക്കുന്നത് അതിന്റെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ളവരുടെ അടുത്തേക്ക് എന്നുള്ളൊരു സംശയം വരുന്നത്. എന്താണ് തോന്നുന്നത് താങ്കൾക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ? കുട്ടിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള അരാജകത്വം ഉണ്ടായിട്ടായിരിക്കണമല്ലോ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പം അമ്മമാർ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ കുട്ടികൾ അങ്ങനെ വീട് വിട്ട് ഇറങ്ങാറില്ല. അതും 2 വസ്ത്രം എടുത്തു, 50 രൂപ കയ്യിൽ കിട്ടിയത് എന്തോ ആയിക്കോട്ടെ, അത് എടുത്തിട്ട് ഇറങ്ങിയ ഒരു സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോകുന്ന ഒരു കുട്ടി തുടക്കത്തിലൊരു വാശിയുടെ പുറത്തായിരിക്കും. നമ്മൾ ആ ഫോട്ടോഗ്രാഫ് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. വളരെ ഒരു ദേഷ്യഭാവത്തിലിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ അല്ല അത് കാണിക്കുന്നത്. അപ്പോൾ ആ പിക്ചർ പകർത്തിയ ആ സ്ത്രീയുടേത് താങ്കൾ ആ ഒരു ടോക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. കുട്ടി അവർ സംസാരിക്കാനായിട്ട് ശ്രമിക്കാഞ്ഞതിൻ്റെ ഒരു റീസൺ പറയുന്നത് കുട്ടി ദേഷ്യഭാവത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊതുവായിട്ടുള്ള ഒരു കുട്ടിയുടെ മൂഡ് തന്നെ ഒരു പക്ഷേ ആ ഒരു സങ്കടവും ദേഷ്യവും വിദ്വേഷവും എല്ലാം കൂടെ കലർന്നതായിരിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കുട്ടി പോയി പല ട്രെയിനുകൾ മാറി ഇറങ്ങി കയറുന്നു. തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ പോലും അതിന് ലാംഗ്വേജ് ഒരു ബാരിയറാണ്. അത് തന്നെയല്ല, കയ്യിൽ പൈസ ഇല്ല.
ഒരുപക്ഷെ ടിക്കറ്റ് എടുക്കാതെ ആയിരിക്കാം യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മടങ്ങി വരണമെന്ന് ഒരു പക്ഷേ അതിൻ്റെ മനസ്സിൽ ചിന്ത വന്നാൽ പോലും അതിന് യാതൊരു കാരണവശാലും തിരിച്ചെത്താൻ പറ്റാത്ത രീതിയിലത്തെ ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് 13 വയസ്സേ പ്രായമുള്ളൂ. ഈ കുട്ടിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പോലീസിൻ്റെ സഹായം തേടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടാനോ ഉള്ള ഒരു സ്വയം പര്യാപ്തത ഉണ്ടാകണമെന്നും ഒരു നിർബന്ധവുമില്ല. കാരണം അതിന് മാത്രമുള്ള ഒരു എക്സ്പോഷർ ഈ കുട്ടിക്ക് ഇതിൻ്റെ ജീവിതത്തിൽ മുന്നേ കിട്ടിയതായിട്ട് നമുക്ക് എങ്ങും സൂചന ലഭിക്കുന്നില്ല. അവരുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്നതാണ് എന്നാണ് പറയുന്നത്, മാധ്യമങ്ങൾ കൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ പോലീസിനെ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു സഹായം തേടണം എന്നുള്ള നിലയിൽ ആ കുട്ടിക്ക് ചിന്തിക്കാനുള്ള ഒരു ചിന്താബോധം അല്ലെങ്കിൽ ആ ഒരു ചിന്താശേഷി, ആ ഒരു സ്വയം പര്യാപ്തത ആ കുട്ടിക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അതിനുള്ള പ്രായം ഈ കുട്ടിക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അഥവാ അങ്ങനെ ചിന്ത വന്നാൽ പോലും തീർച്ചയായിട്ടും ഭാഷ അതിനൊരു ലിമിറ്റേഷനാണ്. കാരണം ഇപ്പോൾ ഈ ചെന്നൈ അല്ലെങ്കിൽ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ആണ്. ഈ സൗത്ത് ഇന്ത്യയിലെ ഭാഷ ഒന്നും തന്നെ അതിന് വഴങ്ങണമെന്നില്ല. കോമൺ ഭാഷയായിട്ട് പറയുന്ന ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അതിന് അറിയത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ ആ കുട്ടി പാനിക്കായിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് ശരിയാണ്, അതിന് ഗുവാഹട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു വാഞ്ച കാണും. കാരണം ഈ കുട്ടി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതിൻ്റേതായിട്ടുള്ളൊരു കംഫർട്ട് സോൺ അതിൻ്റെ സ്വന്തം ദേശത്ത് ഉണ്ടായിരുന്നിരിക്കണം. അതിൻ്റേതായിട്ടുള്ളൊരു സൗഹൃദ വലയങ്ങളും അതിന് ഇഷ്ടപ്പെട്ട സ്കൂളും ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ അത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് പറിച്ച് നടുകപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൾച്ചർ ഷോക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ വന്ന് അതിന് സൗഹൃദങ്ങളില്ല, സുഹൃത്തുക്കളില്ല, സംസാരിക്കാൻ ആരുമില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ല. അല്ലെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിലും അതിനൊരു കംഫർട്ട് സോൺ ഉണ്ടായിട്ടുണ്ടായിരിക്കത്തില്ല. നമ്മുടെ ഇവിടുത്തെ കുട്ടികളാണെങ്കിലും പുറമേ നിന്നൊരു കുട്ടി വരുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് ആ ഒരു രീതിയിലൊരു സ്വീകാര്യത അല്ലെങ്കിൽ ആദ്യത്തെ 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ മിങ്കിൾ ചെയ്തൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു കൾച്ചർ ഷോക്ക് തന്നെ ഇവിടെ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചു പോകണം. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിലുള്ള കുട്ടിക്ക് വീട്ടിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് തന്നെ കേൾക്കാനായിട്ട് ആരുമില്ല എന്നുള്ള ഒരു ചിന്താധാര വരുമ്പോൾ, അല്ല അമ്മയാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ ആരും തനിക്ക് വേണ്ടിയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ അത് ആ സ്ഥലം വിട്ട് അതിൻ്റെ കംഫോർട്ട് സോണിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു വാഞ്ച എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഈ പ്രായത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ഈ കുട്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ വാശിയും ആ ദേഷ്യവും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും റിയലായിട്ടുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു സമയത്താണ് അതിന് അങ്കലാപ്പിൽ വരികയും, കാരണം ഇപ്പോൾ നേരത്തോട് നേരമായി രാത്രിയായി അല്ലെങ്കിൽ അതിന് സേഫ്റ്റി ഇഷ്യൂസ് തീർച്ചയായിട്ടും ഉണ്ട്. പെൺകുഞ്ഞാണ്, അതിന് ഞാൻ ഈ മുന്നേ സൂചിപ്പിച്ച പോലെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠയുടെ തോത് കൂടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ രാത്രിയാണ് എന്നുള്ളതാണ് ഡോക്ടർ എൽസ്യൂമൻ. ഞാൻ അതാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ രാത്രിയാണ്, അപ്പോൾ 13 വയസ്സുകാരിയാണ്. സാധാരണ നിലയിൽ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങാൻ സാധ്യതയില്ല എന്നുള്ളത് താങ്കൾ പറയുന്നു. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായി അവിടേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇതേ മാർഗം തന്നെയായിരിക്കാമല്ലോ. ഒരുപക്ഷെ തിരിച്ചു വരണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാകുക. ഇപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പോലും കുട്ടി മുഖം കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു മാത്രമല്ല മറ്റൊരു പോയിന്റ്, ഇപ്പോൾ വിജിൻ പറഞ്ഞതുപോലെ ശുചീകരണ തൊഴിലാളികൾ ഈ ട്രെയിനിൽ വെച്ച് ആ കുട്ടിയെ കാണുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കാൻ ആ കുട്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ശ്രദ്ധ മാറിയ ശേഷമാണ് വീണ്ടും ആ ട്രെയിനിലേക്ക് വന്ന് കയറുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൂക്ഷ്മത ഒരുപക്ഷെ കുട്ടി പുലർത്തുന്നുണ്ടാകണമല്ലേ, ആരുടെയും ശ്രദ്ധയിൽ പെടാതിരിക്കാൻ. തീർച്ചയായിട്ടും. കാരണം 13 വയസ്സാണെങ്കിലും അതിന് ഏറെക്കുറെ ഈ ലോകം ഇത്രയും കാലം 13 വർഷത്തെ അതിനൊരു പരിചയമുണ്ടല്ലോ. സുരക്ഷിതത്വം എന്നുള്ളത് ഇല്ല, അത് പ്രത്യേകിച്ചും അച്ഛൻ്റെ അമ്മയുടെയും തണലിൽ മാത്രമാണ് സുരക്ഷിതത്വം ഏറ്റവും അധികം ലഭിക്കുക എന്നുള്ള ഒരു വീണ്ടും വിചാരമൊക്കെ പിന്നീടേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ താൻ അപകടത്തിൽ പെടാനുള്ള സാധ്യത ഉണ്ടാകാം, അല്ലെങ്കിൽ താൻ ഏതെങ്കിലും ഒരു അക്രമത്തിന് ഇരയാകാനുള്ള സാധ്യത ഉണ്ടാകാമെന്നൊക്കെ ചിന്തിക്കാനുള്ള പ്രായം ചെറിയ തോതിലെങ്കിലും ആ കുട്ടിക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ. കാരണം 13 വയസ്സെന്ന് പറഞ്ഞാൽ ടീനേജ് പ്രായമാണ്. അപ്പോൾ ഇത്തരം സേഫ്റ്റി ഇഷ്യൂസൊക്കെ ആ കുട്ടിയും സ്വാഭാവികമായിട്ടും ചെറിയ തോതിലെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് അപരിചിതരായിട്ടുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നെന്ന് കാണുമ്പോൾ ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള നിലയിൽ അവിടെ നിന്നും മാറിപ്പോകാനോ ഇല്ല ഒഴിഞ്ഞു പോകാനോ ഉള്ള ഒരു
സാധ്യത തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഹെൽപ്പ് സീക്കിംഗ് ആയിട്ട് ധൈര്യമായിട്ട് പോയി ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ മുൻപിൽ പോയി ഒരു ഹെൽപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ ആശ്രയിക്കുകയോ അങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം ഒരു പക്ഷേ ഈ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. രണ്ട് രീതിയിലാണ് കുട്ടികൾ ഈ തലത്തിൽ പെരുമാറുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കുട്ടിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അനുസരണക്കേടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ പറയുമ്പോൾ തർക്കുത്തരം പറയുകയോ അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങളോ ഒക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പറയുന്നതിൻ്റെ വിപരീതം ചെയ്യാനും, പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ടീനേജിൻ്റെ കൗമാരത്തിൻ്റെതായിട്ടുള്ള ഒരു ഹോർമോണിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ഒന്ന് പറയുമ്പോൾ അതിൻ്റെ റിബല്യസ് ആയിട്ട് പെരുമാറാനുള്ള നോർമലായിട്ടുള്ള ഒരു സാധ്യത എല്ലാ കുട്ടികൾക്കുമുണ്ട്. പ്രത്യേകിച്ചും ഈ എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അത് കുട്ടി തിരിച്ചു വന്ന് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചാലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലേ അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കത്തില്ല പോകുന്നത്, സ്കൂളിൽ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പോകാറുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു തർക്ക വിഷയമോ അല്ലെങ്കിൽ അതിൻ്റെ ഇച്ഛയ്ക്ക് ഭംഗം വരുന്ന രീതിയിലോ അതിൻ്റെ ആഗ്രഹത്തിന് ഭംഗം വരുന്ന രീതിയിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ. നമ്മൾ അത്ഭുതപ്പെടും ഈ വിഷാദ രോഗം കുട്ടികളിൽ വരുമ്പോൾ ഈ രീതിയിൽ പോകാറുണ്ടോയെന്ന്. ഈ അടുത്ത ഇടയിൽ തന്നെ എൻ്റെ സഹായത്തിന് വന്ന ഒരു കുട്ടി ഇതേപോലെ 12-13 വയസ്സുള്ള കുട്ടി 2 തവണ വീട്ടിൽ നിന്നും സന്ധ്യയായപ്പോൾ ഇറങ്ങിപ്പോയി. അവസാനം പോലീസ് തന്നെ തേടിപ്പിടിച്ച് അസ്വാഭാവികമായിട്ട് ഒരു ബീച്ചിൻ്റെ സൈറ്റിൽ കണ്ടപ്പോൾ അതിനെ ചോദിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയുണ്ടായി. അപ്പോഴത്തേനും പേരൻസ് അന്വേഷിച്ചൊരു വഴിക്ക് പോയി. തുടക്കത്തിൽ എൻ്റെ മനസ്സിൽ ചിന്ത വന്നത് എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നമുള്ള കുട്ടി ആയിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഡീറ്റെയിൽഡായിട്ട് നോക്കിയപ്പോൾ ആ കുട്ടി വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു, വളരെയധികം മയമുള്ളൊരു കുട്ടിയായിരുന്നു, സിവിയർ ആയിട്ടുള്ളൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 6 മാസത്തിനിടെ 2 പ്രാവശ്യം ആ കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്ന് പറഞ്ഞതുപോലെ ഇത്തരം വല്ല ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ പ്രശ്നം. അത് അപ്ബ്രിങ്ങിങ്ങിൻ്റെ പ്രശ്നമാകാം, പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാകാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ പേരൻറ്റിങ്ങിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി ഉന്നമനത്തിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ വളരെയധികം ഹൈ പൊസിഷനിൽ നിൽക്കുന്നവർ മാത്രമാണ് കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതെന്ന്. അങ്ങനെയല്ല. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർ പോലും ഡെയിലി വേജസിൽ പോയി അത്തരം ജോലികൾ ചെയ്യുന്നവർ പോലും 1-2 കുട്ടികളെ വീട്ടിൽ കാണത്തുള്ളൂ. പരമാവധി അവർ മറ്റുള്ള കുട്ടികൾക്ക് തുല്യമായിട്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ അവർ കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിലും ക്ലേശം അനുഭവിച്ചിട്ടാണെങ്കിലും കടമെടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, മറ്റു കുട്ടികളുടെ അതേ ലെവലിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻറ്റിങ് ഒരുപാട് മാറിയിട്ടുണ്ട്. അത് ഈ ചെറുതിലെ മുതലേ ജനിച്ച നാൾ മുതലേ ഇത്തരം പ്രിവിലേജസ് കിട്ടി വരുമ്പോൾ സാമ്പത്തിക വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ, അതിപ്പോൾ ഒരുപാട് പൈസയുള്ളവരാണെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളവരാണെങ്കിലും ഈ തലത്തിലുള്ള ഒരു അപ്ബ്രിങ്ങിങ് ആണ് നമ്മൾ എല്ലാ കുടുംബങ്ങളിലും കണ്ടുവരുന്നത്. തൽഫലമായിട്ട് ചെറിയ കാര്യം പോലും, ചെറിയ വഴക്ക് പോലും കുട്ടികൾക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല, ചെറിയ സെറ്റ് ബാക്ക് പോലും കുട്ടികൾക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. ഇത്തരം സൗഭാഗ്യങ്ങളും പ്രിവിലേജസും ചെറുതിലെ മുതലേ കിട്ടി ഒരു അഡോളസൻ്റ് പ്രായമായി കഴിയുമ്പോൾ അവർ കൂടുതൽ റിബല്യസ് ആകാനും അല്ലെങ്കിൽ പേരൻസ് എന്തുകൊണ്ട് വഴക്ക് പറയുന്നു അല്ലെങ്കിൽ ഈ കറക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും കുട്ടികൾക്കില്ലാതെ വരുമ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഈ കൗമാര കാലഘട്ടത്തിൽ ഇത്തരം രീതിയിൽ അപ്ബ്രിങ്ങിങ്ങിൽ വന്ന ഏത് സെക്ടറിലുള്ള കുടുംബവുമായിക്കോട്ടെ അവർ വളരെയധികം കഷ്ടപ്പെടുന്നത് ഞങ്ങളെപ്പോലുള്ളവർ ദിവസവും കാണുന്നതാണ് OPD-യിൽ. കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചെറിയൊരു കാര്യത്തിന് പോലും അവരുടെ ശാഠ്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ, അവരുടെ ആഗ്രഹത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ ആ കുട്ടികൾ മറ്റൊന്നും നോക്കത്തില്ല. വരുന്ന പ്രത്യാഘാതം ആലോചിക്കാതെ പല രീതിയിൽ അവർ പെരുമാറാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് ഒന്നും അങ്ങനെ പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ ആയിരിക്കണം ആ കുട്ടി വരാമാകുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ മുൻകൂട്ടി കാണാതെ ഉള്ള ഈ ഒരു പോക്ക്. ചില കുട്ടികളാവട്ടെ എന്തെങ്കിലും സ്വയം അതിക്രമം ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പല രീതിക്ക് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത്രയും പോലീസൊക്കെ അലേർട്ട് ആയതുകൊണ്ട് ഒരു പക്ഷേ മറ്റേ ഇഷ്യൂസിലൊക്കെ പോകാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാൽ തന്നെ നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലത്ത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ എത്രമാത്രം സേഫാണ് ഈ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരവും അല്ലെങ്കിൽ ഇത്തരം ഔട്ട്സ്കേർട്സിലുള്ള സ്ഥലങ്ങളൊക്കെയും എത്രമാത്രം സേഫാണ് അല്ലെങ്കിൽ എത്രമാത്രം സേഫ്റ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുട്ടി അതിൻ്റെ വരുംവരായിക മനസ്സിലാക്കാതെ, ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കാതെ എടുത്ത്
ചാടി പുറപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും അതിനെ അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ നിന്നും നമുക്ക് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരമായിട്ട് പോലും CCTV ദൃശ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഉള്ളതല്ലാതെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സിസ്റ്റത്തിൽ ഒന്നും തന്നെ ശരിയാവണ്ണമുള്ള ഒരു CCTV സിസ്റ്റം ഇല്ല. അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഇവിടെ കൊച്ചിയിൽ മെട്രോയിൽ ട്രെയിനിലുണ്ട്. അതല്ലാതെ ബാക്കി ഇപ്പോൾ ഏതെങ്കിലും AC കമ്പാർട്ട്മെന്റിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതല്ലാതെ ഈ ജനറൽ കമ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇടങ്ങളിൽ ഒന്നും തന്നെ ഒരു CCTV മോണിറ്ററിംഗ് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു തീർച്ചയായും അത് പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ്. വിജയൻ നോക്കൂ, നമ്മൾ സംസാരിച്ചു വരുമ്പോൾ അവിടേക്കാണ് കാര്യങ്ങൾ കൂടുതൽ വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ട്രെയിനിൽ നിരവധി പെൺകുട്ടികൾക്ക് മുൻപുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. ആ ഘട്ടത്തിലൊക്കെ ഇത്തരം ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ട്രെയിനിനുള്ളിൽ ട്രെയിൻ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്രയ്ക്കായി തെരഞ്ഞെടുക്കുന്ന ദീർഘദൂര യാത്രയ്ക്കായി തെരഞ്ഞെടുക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിൽ അത് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ എന്തായാലും വിജയൻ ഏറ്റവും ഒടുവിൽ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ആണ് ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് ഗുവാഹത്തിയിലേക്ക് കുട്ടി പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നു. ഇനി അവിടെ എപ്പോഴാണ് ഈ കുട്ടി കയറിയ സമയം അനുസരിച്ച് അവിടെ എപ്പോൾ എത്തിച്ചേരുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. അവിടേക്കിനി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം എത്തുക, അവിടെയുള്ള പോലീസുമായോ മറ്റു ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായോ ഈ വിഷയം കണക്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ളതൊക്കെ അതിന്റെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വരാം വിജയനിലേക്ക്. ഡോക്ടർ എൽസി ഉമ്മനിലേക്ക് വീണ്ടും പോവുകയാണ്. ഡോക്ടർ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഇത്തരത്തിൽ കുട്ടികൾ ഒരു പക്ഷേ നേരിടാവുന്ന, പക്ഷേ മറ്റൊരു കാര്യം കൂടിയില്ലേ, ഇപ്പോൾ സാധാരണഗതിയിൽ മാതാപിതാക്കൾ ഈ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളെ ഒരു പേരന്റിങ് എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയിൽ ചിലപ്പോൾ കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ തിരുത്തൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാതാപിതാക്കൾ അത് ചെയ്യേണ്ടത് അവരുടെ കടമയാണ്, സ്വാഭാവികമാണ്. പക്ഷേ ചിലപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് തങ്ങളുടെ നന്മയ്ക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അങ്ങനെയുള്ള എടുത്തുചാടലുകളും ഉണ്ടാകുന്നുണ്ട് കുട്ടികളിൽ. അപ്പോൾ അരുതാത്ത ഒരു കാര്യം ഏത് നിലയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് മാതാപിതാക്കൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയായി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേരൻസ്, മാതാപിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്. മറ്റൊരു സോഴ്സ് കുട്ടികൾക്കില്ല, മറ്റൊരു സ്രോതസ് കുട്ടികൾക്കില്ല അറിവ് കിട്ടാനായിട്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനമാണ്. നമ്മൾ ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിലും അതിപ്പം റിമോട്ടിൽ വളരുന്നതാകട്ടെ, അല്ലെങ്കിൽ വളരെ അധികം സുഖലോലുപതയിൽ വളരുന്നതാകട്ടെ, എല്ലാവർക്കും വിജ്ഞാന വിസ്ഫോടനമാണ് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫർമേഷൻ പല സോഴ്സിൽ നിന്നും ലഭിക്കുന്നു, പല രീതിയിൽ നിന്നും ലഭിക്കുന്നു. പേരൻറ്റിങ്ങിൻ്റെ സ്റ്റൈലിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് 6 വയസ്സുകാർ വരെ തുടങ്ങുന്നു. എൻ്റെ അമ്മ ശരിയല്ല, ചിലപ്പോൾ നമുക്ക് തന്നെ കൗതുകം തോന്നാറുണ്ട്. കൗൺസിലിങ്ങിനോട് കൊണ്ടുവന്നിട്ട് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികൾ ഉറക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ പേരൻറ്റിങ് ശരിയല്ല. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, ഈ 6 വയസ്സുകാരത്തേക്ക് എങ്ങനെ അറിയാം പേരൻറ്റിങ് ആ പദങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയുന്നതും. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷേ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ചില തോന്നലുകൾ അതെങ്ങനെയാണ് വരുന്നത്? കാരണം ഈ പേരൻറ്റിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് ഗാഡ്ജറ്റ് ഓൺ ആക്കിയാലും എപ്പോഴും കുട്ടികൾക്ക് ഫുൾ ടൈം വീഡിയോസും അല്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവരെക്കാട്ടിലും നല്ലൊരു ധാരണയുണ്ട്. അത് ആ പ്രായത്തിൽ അതിനനുസരിച്ച് ചിന്തിക്കാനുള്ളൊരു ചിന്താശേഷി അവർക്കില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അവർ കോൺക്രീറ്റ് ലെവലിൽ ചിന്തിക്കുന്നവരാണ്, അവർക്ക് അബ്സ്ട്രാക്ട് ലെവലിൽ ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാത്തവരാണ് കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ചിന്തകൾ വന്നു കഴിയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പണ്ട് കാലത്തെ പേരൻറ്റിങ് സ്റ്റൈൽ, ആ പഴഞ്ചൻ രീതി കൊണ്ട് നമുക്ക് ഇനിയത്തെ കാലത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്തരം അവരുടേതായിട്ടുള്ള ചില ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അറിവുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളുണ്ട് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെ കേൾക്കാൻ തയ്യാറാകണം. എന്നിട്ടൊരു കൺസെൻസസിൽ എത്തുവാണ് വേണ്ടത്. അതായത് ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് അവരുടെ നന്മയ്ക്കാണ് എന്നുള്ള നിലയിൽ ഈ കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് അടിച്ചോ അല്ലെങ്കിൽ ഉപദ്രവിച്ചോ അല്ലെങ്കിൽ ഉഗ്രശാസനം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ ഇനിയത്തെ കാലത്ത് പറ്റത്തില്ല. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ 10-12 മക്കൾ
ഉണ്ടായിരുന്നു, ആ ഒരു കൾച്ചറായിരുന്നു. ഒരു വീട്ടിൽ തന്നെ 3-4 തലമുറകൾ ഉണ്ടായിരുന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥതയായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് പ്രാക്ടിക്കലി അത് നല്ലൊരു മെഷർ തന്നെയായിരുന്നു. കാരണം നമുക്കൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ആ രീതിയിലൊരു കറക്റ്റീവ് മെഷേഴ്സ് കിട്ടി വളർന്ന കുട്ടികളാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊരിക്കലും പ്രാക്ടിക്കലി ചെയ്യുന്നത് ശരിയല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ കുട്ടികൾ കൂടുതൽ റിബല്യസ് ആയിട്ട് പോകത്തേ ഉള്ളൂ. കുട്ടികളെയും കൂടെ കേൾക്കാൻ തയ്യാറാകുക. എന്നിട്ട് ഇത്തരം കറക്റ്റീവ് മെഷേഴ്സ് പേരൻസിൻ്റെ കയ്യിൽ നിന്നും വരുന്നത് അവരുടെ നന്മയ്ക്കാണ് എന്ന രീതിയിൽ അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ചർച്ചകൾ ഉണ്ടാകുകയും ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയത്തെ തലമുറയിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കുട്ടികളെന്ന് പറഞ്ഞാൽ ഫാൻറ്റസിയിൽ ജീവിക്കുന്നവരാണ്. അവരെപ്പോഴും സ്വപ്നലോകത്താണ്. അത് മാറി ശരിയാവണ്ണം അവരുടെ ചിന്ത വരണമെങ്കിൽ കുറച്ച് വർഷങ്ങളൂടെ എടുക്കും. അപ്പോൾ ഈ ഫാൻറ്റസി പ്രത്യേകിച്ച് കൗമാരപ്രായമാകുമ്പോൾ ഫാൻറ്റസൈസ് ചെയ്യുന്നത് കൂടും. അത് കുഞ്ഞുതലം മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന സിനിമകളിലൊക്കെയും എന്താണ്, നമ്മൾ വീട് വിട്ട് പുറത്തു പോയാൽ അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് വളരെ ഒരു കോടീശ്വരനായിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ മക്കളില്ലാത്തവർ എടുത്തു വളർത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരിക, ഇത്തരം തരത്തിലുള്ള മൂവീസൊക്കെ കുട്ടികൾ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതും പ്രതീക്ഷിച്ച്, അതായത് പോയിട്ട് ഒരു വെറും കൈയായി പോയി കോടീശ്വരനായിട്ട് മടങ്ങി വരുന്ന എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുമ്പോൾ ആ രീതിയിൽ അവരെ തന്നെ സങ്കല്പിച്ച് ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനുമില്ല. അപ്പോൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷനായിട്ട് കിട്ടുന്നിടത്തോളം കാലം, കുട്ടികളുടെ പേരൻറ്റിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താത്തിടത്തോളം കാലം ഇത്തരം പ്രശ്നങ്ങൾ ഇനി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ശരി, വിജയനിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ ശ്രമിക്കുകയാണ്. വിജയൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യം. അവിടെ നിന്ന് കുട്ടി ഗുവാഹത്തിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനുമാകുന്നു. അങ്ങനെയെങ്കിൽ ഈ കുട്ടി യാത്ര ചെയ്ത ട്രെയിനിൻ്റെ സമയമൊക്കെ അനുസരിച്ച് എപ്പോൾ അവിടേക്ക് എത്തിച്ചേരാൻ ആ സമയം എപ്പോഴായിരിക്കും? ഇനി അവിടേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കണമല്ലോ. ഇവിടെ നിന്നുള്ള സംഘം തിരിക്കുന്ന ഒരു കാര്യം വിജയൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ അവിടെയുള്ള അന്വേഷണ സംവിധാനവുമായി ഇതിനെ ബന്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു പ്രോസസ് നടപടികൾ എങ്ങനെയാണ്? അസ്ത, എന്തായാലും പോലീസ് ഈ ട്രെയിൻ സമയമൊക്കെ നിലവിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കമ്മീഷണർ ഓഫീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ കൃത്യമായ അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അക്കാര്യമാണ് നേരത്തെ തന്നെ കമ്മീഷണർ വിശദീകരിച്ചത്. അതാണ് ഗുവാഹട്ടിയിലേക്ക് ഒരു സംഘത്തെ അയക്കുന്ന കാര്യത്തിലും ഒപ്പം തന്നെ ചെന്നൈയിലേക്ക് മറ്റൊരു സംഘത്തെ അയക്കുന്ന കാര്യത്തിലും ഒക്കെ തീരുമാനമെടുത്തത്. ചെന്നൈയിലേക്കുള്ള സംഘം വിമാനമാർഗം പുറപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ആ കുട്ടിയെ കണ്ടെത്തുക, അവിടുത്തെ പോലീസിൻ്റെ സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഗുവാഹത്തി എക്സ്പ്രസിൽ കയറി എന്നുള്ളതാണ് ആ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ആ ട്രെയിനിൽ കുട്ടി നേരെ ഈ ഗുവാഹത്തിയിലേക്ക് തന്നെയാണോ പോകുന്നത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിന് ട്രെയിനിലെ സുരക്ഷാ ജീവനക്കാരും ഒപ്പം തന്നെ RPFൻ്റെ സേനാ വിഭാഗങ്ങളും ഒക്കെയായി ആ നിരീക്ഷണം കൂടി നടത്തേണ്ടതുണ്ട്. കുട്ടിയെ എത്രയും പെട്ടെന്ന് ആ ട്രെയിനിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് കുട്ടി ഏത് പ്ലാറ്റ്ഫോമിലാണ് കയറുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് കുട്ടി ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. ആ നടപടികളാണ് ഇന്ന് രാത്രിയൊക്കെ നടക്കുക. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ട്രെയിന് വിജയവാഡ വഴിയാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രി ഏകദേശം 11 മണിയോടുകൂടി വിജയവാഡയിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഈ ചെന്നൈയിലേക്ക് കുട്ടി പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലും അപ്പോൾ തന്നെ ചെന്നൈയിൽ കുട്ടി എത്തിയിട്ടുണ്ട് എന്ന വ്യക്തത വരുത്താൻ, സ്ഥിരീകരണം ഉണ്ടാക്കാനൊക്കെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് RPFൻ്റെയും ഒപ്പം തന്നെ തമിഴ്നാട് പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടെയാണ് അക്കാര്യം നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പോലീസ് എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോകും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ പോലീസ് വരുത്തും. കേരള പോലീസ് പലതവണ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ മിസ്സിംഗ് കേസുകളിൽ മാത്രമല്ല മറ്റ് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ പിടിച്ചു കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുപോലെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സേനയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനം പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് അടുത്ത മണിക്കൂറുകളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും കുട്ടിയെ ചെന്നൈയിലെത്തി എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം. അവിടെ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോയിരിക്കുന്നു. ഗുവാഹത്തി എക്സ്പ്രസിൽ കയറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ചെയ്യുകയും അതിന്റെ ചർച്ചകളിലേക്ക് പോകുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ട്രെയിനുകളിലൊക്കെയും ഒരുപക്ഷെ മലയാളികൾ ഉണ്ടാകാം. മലയാളത്തിലെ എല്ലാ ചാനലുകളും വളരെ സജീവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ കുട്ടിയെ അങ്ങനെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ആകെ നമ്മുടെ കയ്യിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം കുട്ടിയെ കണ്ട ബബിത എന്ന വിദ്യാർത്ഥിനിയുടെ ആ കുട്ടി എടുത്ത ഒരു ഫോട്ടോയാണ്. പക്ഷെ അപ്പോൾ ഇതൊരു വലിയ വാർത്തയായി മാറുകയും അവരുടെ നിന്ന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നില്ല. പിന്നീട് തിരിച്ചറിയുകയായിരുന്നു. പക്ഷെ അതിനുശേഷം പോലും ഇത്ര മണിക്കൂറായിട്ടും ആരുടെയും ശ്രദ്ധയിൽ കുട്ടി പെടുന്നില്ല എന്നുള്ളത് അല്പം അതിശയമായി തോന്നുന്നുണ്ട്, അല്ലേ?
തീർച്ചയായും മസ്ദ അതങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ ട്രെയിന് വന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് കന്യാകുമാരിയിലേക്ക് ആണെങ്കിലും തിരിച്ചു പോയത് പക്ഷേ ഇവിടുന്നാണ്, കന്യാകുമാരിയിൽ നിന്നാണ് എന്നുള്ളതാണ് അതിനൊരു പ്രധാന കാരണമായി കാണേണ്ടത്. കാരണം മലയാളികൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ആരെങ്കിലും ുണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകാം. ദീർഘദൂര യാത്രയാണ്, അതുകൊണ്ട് അത്തരം ശ്രദ്ധയുണ്ടാകില്ല. മിക്കവാറും ആളുകൾ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ ഒക്കെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള പരിമിതികൾ ഒക്കെയുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ മലയാളികളുടെയും മറ്റ് തമിഴ്നാട്ടിൽ തന്നെ യാത്ര ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ ഫോണുകളിലേക്ക് വാട്സപ്പ് മെസ്സേജായൊക്കെ ഈ ഫോട്ടോ വന്നിട്ടുണ്ട്. പക്ഷേ അസ്ദ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് അവളുടെ മാനസികാവസ്ഥ പോലെ തന്നെ തിരിച്ച് അവിടെ എത്തണം എന്ന അവളുടെ ആഗ്രഹം പോലെ തന്നെ അതിന് മറ്റ് മാർഗ്ഗങ്ങളൊന്നും തടസ്സമായില്ല എന്നുള്ളതാണ്. എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട് കുട്ടിയെ എന്നുള്ളത് കൂടിയുണ്ട്. ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നേരിട്ട് കുട്ടിയിലേക്ക് എത്താൻ നമുക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് ഏതെങ്കിലും ആളുകൾക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് ഇനി അടുത്ത കടമ്പയായി മുന്നിലിരിക്കുന്നത്. കുട്ടിയെ നേരിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചിലപ്പോൾ ഇനിയുള്ള ഈ ഗുവാഹത്തി എക്സ്പ്രസിൽ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾ, ചെന്നൈയിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ഒരുപക്ഷെ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ കുട്ടിക്ക് ഈ മറ്റ് ഭാഷകൾ അറിയില്ല എന്നുള്ളതാണ്. ആസാം ഭാഷ മാത്രം ആണ് അറിയുക എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞതെങ്കിലും പക്ഷേ ഹിന്ദി ഉൾപ്പെടെ അറിയാം എന്നുള്ളതായിരിക്കണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആരോടോ സംസാരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ ബോർഡിൽ ഇങ്ങനെ ഗുവാഹത്തിയിലേക്ക് പോകുന്നതാണ്, ചെന്നൈയിലേക്ക് പോകുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അങ്ങനെ ഒരു യാത്ര തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുക. ഓരോ സ്ഥലത്തു നിന്നും മാറി മാറിയുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്നു, ഇവിടുന്ന് തിരിച്ച് ഈ ട്രെയിന് ചെന്നൈയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ കുട്ടിക്ക് എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ടാകണം. അവർ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ കുട്ടിക്ക് ആ ട്രെയിനിൽ ചെന്നൈയിലേക്ക് പോകാനും തുടർന്ന് ഇതുവരെ ആദ്യമായിട്ടാണ് ആസാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര, ആദ്യത്തെ ട്രെയിൻ യാത്രയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അങ്ങനെയൊരു കുട്ടി ഇത്ര കൃത്യമായി ഈ യാത്ര, അവരുടെ യാത്രാ മാർഗം കൃത്യമായി തിരഞ്ഞെടുക്കുന്നു. അതെങ്ങനെ പോകണമെന്ന കാര്യത്തിൽ കൃത്യമായൊരു നിഷ്കർഷ കുട്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. അങ്ങനെ ഈ മറ്റൊരു കാര്യം, ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. അത് വിശപ്പകറ്റാനും ദാഹമകറ്റാനും ഒക്കെ മറ്റു സംവിധാനങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടാവണം. കാരണം അല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോകാനോ ക്ഷീണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഉറങ്ങിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ നടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഭക്ഷണവും വെള്ളവും ഒക്കെ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടതാണ്, അവൾ കുപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കുപ്പിയിൽ വെള്ളമെടുക്കാനാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള കൃത്യമായ പ്ലാനിംഗ് ഒക്കെ ഈ 13-കാരിയാണെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുവാഹത്തി എക്സ്പ്രസിൽ തന്നെ ഇപ്പോൾ കയറിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരികയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇനി വരേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒരു സഹായം നേരിട്ട് ലഭിച്ചതായിട്ടുള്ള വിവരം ഇല്ല. CCTV ദൃശ്യങ്ങളിലൊന്നും കുട്ടിയുടെ കൂടെ മറ്റൊരാളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ് യാത്ര നടക്കുന്നത്. പക്ഷേ അതിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കി മറ്റാരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം, പോലീസ് നേരിട്ട് കുട്ടിയെ കണ്ടെത്തുമ്പോൾ മാത്രമേ അത് വ്യക്തത വരികയുള്ളൂ. നിലവിൽ എന്തായാലും കുട്ടി ചെന്നൈയിലെത്തിയിരിക്കുന്നു. അവിടുന്ന് അവരുടെ നാട്ടിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിലേക്ക് കയറി എന്നുള്ള വിവരങ്ങൾ വരികയും ചെയ്യുന്നു. അസിത, ശരി, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ട ട്രെയിനിനുള്ളിൽ ഈ കുട്ടിയിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. അത് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരി, ബബിത എന്നൊരു യാത്രക്കാരി, ഒരു വിദ്യാർത്ഥിനി പകർത്തിയതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ ബബിത എന്ന വിദ്യാർത്ഥിനിക്ക് ഇത് കാണാതായ കുട്ടിയാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയതാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു സംശയം തോന്നി, ഫോണിൽ പകർത്തിയ ഫോട്ടോയാണ്. പിന്നീടാണ് ഈ മാധ്യമ വാർത്തകൾ കണ്ട് ആ കുട്ടി, ഈ 13-കാരി തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്ന് ബബിത അല്പം മുമ്പ് നമ്മളോട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതൊന്ന് കേൾക്കാം. ഞങ്ങൾ നോർമലി എന്നും ട്രെയിനിൽ വരുന്നത് 12:30-ക്കുള്ള ട്രെയിനിലാണ്. പക്ഷെ അന്ന് വന്നപ്പോൾ ട്രെയിൻ വന്നപ്പോൾ 1 മണിയായി. ഞങ്ങൾ കയറി ഇരുന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു കുട്ടി ഇരിപ്പുണ്ട്, അവൾ ഇരിപ്പുണ്ട്, കരയുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. ഇങ്ങനെ പൊട്ടിക്കരയല്ല, ഏങ്ങി കരയുന്നുണ്ടായിരുന്നു. കയ്യിലൊരു 40 രൂപയും ഒരു ടിക്കറ്റും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. വീട്ടിൽ നിൽക്കുന്ന വസ്ത്രധാരണത്തോടായിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ. പക്ഷെ മലയാളിയാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സംസാരിക്കണ്ട, ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ പൈസ വല്ലതും ചോദിച്ചാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലൊന്നും ചോദിച്ചില്ല. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാന്ന് കരുതി അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. അത് ഇന്ന് രാവിലെ ന്യൂസ് ലൈവ് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ പോലീസിനെ വിവരം അറിയിച്ച് ഫോട്ടോ ഇട്ട് അയച്ചതാണ്.
ഡോക്ടർ എൽസി ഉമ്മൻ, അല്പം മുമ്പ് താങ്കളും സൂചിപ്പിച്ചതുപോലെ ഇതായിരുന്നു നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമെന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ആദ്യം വന്നൊരു പ്രതികരണം. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈ വിട്ടു പോയിരുന്നു. ആ കുട്ടി സഞ്ചരിക്കേണ്ടിടത്തേക്ക് അത് നീങ്ങിയിട്ടുണ്ട്. പിന്നീടാണ് ഈ ബബിത ഇത് തിരിച്ചറിയുന്നതൊക്കെ. നോക്കൂ, നമ്മൾ ഈ പറഞ്ഞു വന്ന തരത്തിൽ പ്രത്യേകിച്ചും ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലൊക്കെ വന്ന ചെറിയ ജോലികളൊക്കെ ചെയ്ത് ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ ചെറിയ വാടക വീടുകളിലേക്ക് താമസിക്കുന്ന ആളുകളാണ് ഇവരിൽ കൂടുതൽ ആളുകളും. ഒരുപക്ഷെ ഇവർക്ക് ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ പോലുമുള്ള സമയം ഉണ്ടാകില്ല. ഇവിടെ തന്നെ ഇപ്പോൾ ഈ 13കാരിയുമായി ബന്ധപ്പെട്ട തൊട്ടടുത്തുള്ള ആളുകളുമായി ഒന്നും ഇവർക്ക് സഹകരണമില്ല. പക്ഷെ ചിലരെങ്കിലും പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടി കഴിഞ്ഞ ദിവസങ്ങളൊന്നും സ്കൂളിൽ പോയിട്ടില്ല, ഇളയ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന ഒരു മാനസിക സമ്മർദ്ദം, ഒരുപക്ഷെ ട്രോമ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു പുരോഗമന സമൂഹത്തിൽ നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ടത്? അവരും ഈ ഇവിടേക്ക് വരുന്ന കുട്ടികളും നമ്മുടെ കുട്ടികളെ പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടവരാണല്ലോ. തീർച്ചയായിട്ടും. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് വളരെ അനുതാപപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ സ്ഥലം, സ്വന്തം സ്ഥലം, ഭാഷയും സ്നേഹിതരെയും എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് മറ്റൊരു ഭാഷ, മറ്റൊരു കാലാവസ്ഥ, മറ്റൊരു സാഹചര്യം, മറ്റൊരു സംസ്കാരം ഇതിലേക്ക് ഇഴുകിച്ചേരുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പുരോഗമന സംസ്കാരം എന്ന് അവകാശപ്പെടുന്ന നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ വളരെയധികം എന്താ പറയുന്നത്, അവരൊരു അത്തരം ഒരു അടുപ്പം പുലർത്താനായിട്ട് ആർക്കും ധൈര്യമില്ല. കാരണം ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വരുന്നവരുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില ക്രിമിനൽ പശ്ചാത്തലവും അല്ലെങ്കിൽ ക്രിമിനാലിറ്റിയും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും അതിനൊരു ഡബിൾ സ്പോട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് അവരെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് അവർക്ക് തന്നെ അതൊരു വിനയാവുന്ന രീതിയിൽ ചർച്ച ആ രീതിയിലേക്ക് പോകാറുണ്ട്. കാരണം അവർ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള നിലയിൽ. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാവുന്നതാണ്, അധ്യാപകർക്ക് വളരെയധികം പങ്കുണ്ട്. കാരണം ഒരു സ്കൂൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ 40ഓ 50ഓ അല്ലെങ്കിൽ 30ഓ കുട്ടികൾ അടങ്ങുന്ന ക്ലാസ് മുറിയാണ്. അപ്പോൾ അധ്യാപകർക്ക് അന്യസംസ്ഥാനത്തിലെ കുട്ടിയെന്നോ സ്വന്തം സംസ്ഥാനത്തിലെ കുട്ടിയെന്നോ ഒരു വേർതിരിവ് കാണിക്കേണ്ടത് ആവശ്യമില്ല. ഒരു കുട്ടി ക്ലാസ്സിൽ ചെല്ലുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അടുപ്പിച്ച് 2-3 ദിവസം ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ച് ടീച്ചർ വീട്ടിൽ വിളിച്ച് ചോദിക്കാറുണ്ട്. അത് ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പോലും എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ തുടർച്ചയായി പോകാതിരുന്നാൽ ടീച്ചർ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് ഉത്തരവാദിത്വം എടുത്ത് കുട്ടികളെ അവരെന്താ ചെല്ലാത്തതെന്ന് വിളിച്ച് അന്വേഷിക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലുള്ളവരുടെ സേവനം തേടുകയാണെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാറുണ്ട്. ആ കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ട്, ഏത് രീതിയിൽ അവർ പെരുമാറണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവരതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്. അത്രയും ഉത്തരവാദിത്തങ്ങൾ ടീച്ചേഴ്സ് നമ്മുടെ നാട്ടിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള ഉത്തരവാദിത്തം മറ്റ് സംസ്ഥാനത്തിൽ നിന്നും വരുന്ന കുട്ടികളോടും ഏറെ കാണിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവരിവിടെ മറ്റ് ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി പാർത്തു എന്ന് പറയുന്ന ആ ടേം കറക്റ്റ് അല്ലെങ്കിൽ പോലും ഏകദേശം മൈഗ്രേഷനിൽ വരുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ സമൂഹമാണ് അവരുടേത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ കുട്ടി 3 ദിവസത്തിലധികം പോയില്ല, അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് കഴിയുകയായിരുന്നു. അപ്പോൾ അന്വേഷിക്കാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഏകദേശം ഒരു സാഹചര്യം പിടികിട്ടിയേനെയായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് വന്നു ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾ, തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കിട്ടണമെന്നൊരു നിർബന്ധവുമില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി എടുത്തതിന് ശേഷം രാത്രിക്ക് ഒരു പക്ഷേ വീട്ടിൽ വരുന്നത്. അങ്ങനെ തളർന്നു വരുമ്പോൾ കുട്ടികളുടെ ചെറിയ സാഹചര്യം അല്ലെങ്കിൽ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചെറിയ കാര്യങ്ങളോ ഒന്നും വേണ്ട രീതിയിൽ പരിഗണിക്കാനോ കേൾക്കാനോ ഉള്ള ഒരു ശാരീരിക ക്ഷമതയോ മാനസിക ക്ഷമതയോ മാതാപിതാക്കൾക്ക് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ കുട്ടിയെ ഇഗ്നോർ ചെയ്യാനോ അല്ലെങ്കിൽ അവഗണിക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ഡിപ്രസ്ഡ് ആകാനുള്ള സാധ്യത ഏറെയാണ്, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് പോകാതിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത്തരം രീതിയിൽ കുട്ടികൾ പെരുമാറാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ട്രാൻസ്ഫർ മേടിച്ച് വരുന്നത്, നമ്മളിപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യം മാത്രം
പറയുന്നതിനോട് ചേർത്ത് ഞാൻ ഒന്ന് ആഡ് ഓൺ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ട്രാൻസ്ഫർ വാങ്ങി വരുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നല്ല ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ കൂലിപ്പണിയോ അല്ലെ അങ്ങനത്തെ ഡെയിലി വേജസ് ഒന്നും ചെയ്യുന്നതായിരിക്കത്തില്ല. നല്ല രീതിയിൽ നല്ല സാഹചര്യത്തിൽ അല്ലെങ്കിൽ നല്ല പൊസിഷനിൽ വരുന്ന ഓഫീസേഴ്സിൻ്റെ കുട്ടികൾക്കും ട്രാൻസ്ഫർ വാങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് കാണാറുണ്ട്. കാരണം അവർക്ക് സ്കൂളിൽ പൊരുത്തപ്പെട്ടു പോകാനും വീട്ടിൽ പൊരുത്തപ്പെട്ടു പോകാനും ഫ്ലാറ്റിലുള്ള മറ്റു കുട്ടികളുമായി പൊരുത്തപ്പെട്ടു പോകാനും ഭക്ഷണത്തിന് പൊരുത്തപ്പെട്ടു പോകാനും ഒക്കെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഇത്തരം കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. ആ രീതിയിൽ അനുകമ്പാപൂർവം ഇത്തരം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു തുറന്ന മനസ്സ് നമ്മൾ കാണിക്കണം. 13 പ്രത്യേകിച്ചും ഈ കുഞ്ഞുങ്ങളോട്, മുതിർന്നവരോട് അത്ര തന്നെ ഇല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങളോട് തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലൊരു അനുഭാവപൂർവ്വം പെരുമാറാനായിട്ട്, ഒപ്പം പഠിക്കുന്ന കുട്ടികളും അതിന് ശ്രമിക്കണം. ആ രീതിയിൽ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം അവരും മനുഷ്യരാണ്, അവരും നമ്മുടെ സഹജീവികളാണ്, അവരും അനുകമ്പ അർഹിക്കുന്നുണ്ട്, സ്നേഹം അർഹിക്കുന്നുണ്ട്, കരുണ അർഹിക്കുന്നുണ്ട്, കെയർ അർഹിക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, സ്വാർത്ഥത ഇല്ലാതെ മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പം അധ്യാപകരും ആ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളെ പരിഗണിക്കുന്നത് പോലെ, കെയർ ചെയ്യുന്നത് പോലെ മറ്റുള്ള കുട്ടികളെയും പരിഗണിക്കാനും കെയർ ചെയ്യാനും സ്നേഹിക്കാനും, അവർ വന്നില്ലെങ്കിൽ അതെന്താണെന്ന് അന്വേഷിക്കാനും ഒക്കെ ഉള്ള ഒരു തുറന്ന മനസ്സ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡ് ഇത്തരം കാര്യങ്ങൾ കാണിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് പുരോഗമനം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സംസ്കാരം പുലർത്തുന്ന ഈ സാഹചര്യത്തിൽ, ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ളവർക്ക് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു പ്രധാന വിഷയം, ഗവൺമെൻറ്റിനും വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ, ഇത്തരം ആൾക്കാർ വന്ന് കഴിയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ളവർ ഈ മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെ കുറച്ചൊന്ന് അകൽച്ച കീപ്പ് ചെയ്യുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം വരുന്നവരുടെ ആധാർ, അല്ലെങ്കിൽ വരുന്നവർ എവിടുന്നാണ്, അവരുടെ ഒരു അഡ്രസ്സ്, അല്ലെങ്കിൽ അതൊക്കെയും ശരിയാവണ്ണം രീതിയിൽ ഫോർമലായിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അവരിലൊരു കോൺഫിഡൻസ് വരികയും അവർ പ്രശ്നക്കാരല്ല, അവർ യഥാർത്ഥത്തിൽ ജോലി തേടി തന്നെ വന്നവരാണ്, അല്ലെങ്കിൽ അവർ ദേ ആർ ഓൾസോ അണ്ടർ മോണിറ്ററിങ്, ദേ ആർ ഓൾസോ അണ്ടർ സർവേലൻസ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ, ഇൻ കേസ് അവരിൽ ചില ആൾക്കാർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു ക്രിമിനാലിറ്റി ഉണ്ടെങ്കിലും അത് പുറത്തെടുക്കാതെ അവരും സംസ്കാരമുള്ളവരായിട്ട് രൂപാന്തരപ്പെട്ട് ജീവിക്കാനും അവർ ശ്രമിക്കും, തീർച്ചയായിട്ടും ശ്രമിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിലും ഇങ്ങനെ വരുന്നവരെ, ഇങ്ങനെ താമസിക്കുന്നവരെ കുറിച്ച് ഒരു കണക്ക് വേണ്ടത് വളരെയധികം അനിവാര്യമാണ്. പലപ്പോഴും ഇവിടെ എത്ര പേരുണ്ട്, മറ്റൊരു സ്ഥലത്ത് നിന്ന് ആരൊക്കെയുണ്ട്. സുലേഖ ശശികുമാർ കൂടി ചേരുകയാണ്. സുലേഖ, മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് തോന്നാത്ത തരത്തിൽ അവളെ മറ്റാരും അസമിൽ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ 13 വയസ്സുകാരിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണങ്ങളെക്കാൾ മറ്റുള്ള സംവിധാനങ്ങളെക്കാളൊക്കെ വളരെ വേഗം അവൾ കുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ നിലയിൽ നാടുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലുള്ള പുതിയ വിവരങ്ങൾ അന്വേഷണത്തിന് സഹായകരമാകുന്ന രീതിയിൽ നൽകുന്നുണ്ടോ സുലേഖ? ഒരുപക്ഷെ സഹോദരന്റെ അടുത്തേക്ക് പോയിരിക്കാമെന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടും അത് നിരാശപ്പെടുത്തുകയായിരുന്നല്ലോ. തീർച്ചയായും അസുത, അത്തരത്തിൽ ഈ പെൺകുട്ടികളുടെ തിരച്ചിൽ അത് അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തന്നെ അതിവേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഈ കുട്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വലിയ രീതിയിലുള്ളൊരു ആശങ്ക പോലീസിന് സൃഷ്ടിക്കുന്നു. കാരണം ആദ്യം തിരുവനന്തപുരം സിറ്റി വിട്ടു പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന സമയത്താണ് കുട്ടിയെ ട്രെയിനിൽ കണ്ടു എന്നുള്ളൊരു കാര്യം പാറശാല സ്വദേശിനി ഭവിത എന്ന് പറയുന്ന ഒരാള് ഇത്തരത്തിൽ കുട്ടിയുടെ ഫോട്ടോയടക്കമുള്ള കാര്യം പോലീസിന് വിവരം കൈമാറുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കന്യാകുമാരിയിൽ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പെൺകുട്ടി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളൊരു സ്ഥിരീകരണം DCP നൽകുക. അത്തരത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പെൺകുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആശ്രിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഈ പെൺകുട്ടി എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെ കണ്ടതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ 13 വയസ്സുകാരിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ 4 SP-മാരുടെ സംഘം
ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കുട്ടി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ട്രെയിൻ കയറി എന്നുള്ളൊരു സംശയം കൂടി ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അശ്വത സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിയുടെ സഹോദരൻ നിലവിലുള്ളത് ബംഗളൂരുവിലാണ്. ഈ ബംഗളൂരുവിലേക്ക് കുട്ടി കടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അത് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ന് രാവിലെ തൊട്ട് ഇത്തരത്തിൽ സഹോദരന്റെ അടുത്തേക്കുള്ള യാത്രയാകാം ഈ കുട്ടി നടത്തുന്നത് എന്നുള്ളൊരു സംശയം രാവിലെ തന്നെ വന്നിരുന്നു. അത് കൂടുതൽ ദൃഢപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഇന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ചെന്നൈയിൽ നിന്ന് ഒന്നെങ്കിൽ ബംഗളൂരു അല്ലെങ്കിൽ അസം അതല്ലെങ്കിൽ ദില്ലി എന്ന് പറയുന്ന ഈ 3 സ്ഥലങ്ങളിലേക്കുള്ളൊരു യാത്രയാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരള പോലീസിന്റെ പരിശോധനകൾ ഇനി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കുട്ടിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിലടക്കം പോലീസ് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലായിരുന്നു. അതിവേഗം സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി തന്നിലേക്ക് പോലീസ് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം കുട്ടിയുടെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കുട്ടിയുടെ കയ്യിൽ ആകെയുള്ളത് 50 രൂപയോളം വരുന്ന രൂപ മാത്രമാണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളത്. ഈ 50 രൂപ കൊണ്ടാണ് കുട്ടി സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കുട്ടിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ പോലീസിന് ആശങ്ക തുടരുന്നുണ്ട്. കാരണം ഈ കന്യാകുമാരി സ്ഥലങ്ങളിൽ നിന്ന് ഈ കുട്ടിക്ക് എവിടെ നിന്നെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ രാവിലെ മുതൽ ഇതുവരെ കുട്ടി ഒന്നും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. കാരണം ആരുടെങ്കിലും സഹായമില്ലാതെ കുട്ടിക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാനും ഒപ്പം ഭക്ഷണം കഴിക്കാനും ഒന്നും കഴിയില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 13 വയസ്സുകാരി എന്ന് പറയുന്ന സമയത്ത് ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയോളം വളർന്നൊരു കുട്ടിയാണ്. ഇന്നലെ മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അസം ഭാഷ മാത്രമേ അറിയൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ചെറുതായി വായിക്കാനും ഹിന്ദി സംസാരിക്കാനും ഒക്കെ അറിയാം എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നൊരു വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി സഞ്ചരിക്കുന്ന സമയത്ത് ഭാഷ ഒരു പ്രശ്നമാകുന്നില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഈ തീർച്ചയായും സുലേഖ, അത് കുട്ടിക്ക് തടസ്സമാകുന്നില്ല. ഇങ്ങനെയൊക്കെ ഈ ട്രെയിനുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും അതിൽ കൃത്യമായി കയറി യാത്ര ചെയ്യാനും ആ കുട്ടിക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഭാഷ വലിയ തരത്തിൽ തടസ്സമാകുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഡോക്ടർ എൽസി ഉമ്മൻ, അവസാനമായ ഒരു കാര്യം കൂടി, കുട്ടിയെ കണ്ടെത്തും, കുട്ടിയുടെ അടുത്തേക്ക് ഏകദേശമൊക്കെ പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിലവിൽ കുട്ടിയെ നേരിട്ട് കാണുക എന്നത് സാധ്യമായിട്ടില്ലെങ്കിൽ പോലും കുട്ടി ഉള്ള റൂട്ട് മാർഗം അതൊക്കെ വ്യക്തമാണ്. ഇനിയിപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ സ്വാഭാവികമായും ചില ആശങ്കകൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകാം. വീട്ടുകാരുടെ പ്രതികരണം ഏത് നിലയിലാകും എന്നുള്ളതൊക്കെ. ഇത്ര വലിയ കോലാഹലം ഇവിടെ നടക്കുന്നത് അവൾ അറിയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഈ കുട്ടിയെ കണ്ടെത്തി കഴിയുമ്പോൾ ആ കുട്ടിക്ക് പിന്നീട് അങ്ങോട്ട് കിട്ടേണ്ട മാനസിക പിന്തുണ, പരിഗണന അതേത് നിലയിലാണ്? വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഈ കുട്ടിയെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് കുട്ടിയെ കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇഷ്ടം, അതായത് അതിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു കംഫർട്ട്സാണോ കുട്ടിക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഇൻ കേസ് കുട്ടി പറയുകയാണ് എനിക്ക് മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങി പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നം ആ വീട്ടിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് അൺസേഫ് ആയിട്ടുള്ള രീതിയിലാണ് ആ സാഹചര്യം വീട്ടിൽ ഒരുക്കുന്നതുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അല്ല ഈ വഴക്ക് മാത്രം ഇട്ട് അങ്ങനെ പോയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ വിളിച്ച് പ്രത്യേകം അവർക്ക് കൗൺസിലിംഗ് രൂപേണ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരും ഒരു പക്ഷേ ഏത് രീതിയിൽ ഇതിനെ നേരിടുമെന്ന് നമുക്കറിയത്തില്ല. അവരും ഇമോഷണലി പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ കാണിക്കുകയോ ഒക്കെ ചെയ്ത് കുട്ടിയെ കൂടുതൽ സങ്കടാവസ്ഥയിലേക്ക് തള്ളിവിടാതെ അവരോടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഏത് രീതിയിലാണ് കുട്ടിയോട് ഇടപഴകേണ്ടത്, അല്ലെങ്കിൽ ഇനിയുള്ള കാര്യം എന്താണെന്ന്. ആദ്യം ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി എന്താണ് ആ കുട്ടി തിരിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നീടുള്ള സാഹചര്യം ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും കുട്ടിയുടെ
കുട്ടിയുടെ പ്രിഫറൻസിന് അല്ലെങ്കിൽ കുട്ടിയുടെ ഇഷ്ടത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം. കുട്ടിക്ക് തിരികെ വരാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. അതിനെ ആ രീതിയിൽ തിരികെ വരാനായിട്ട് അതിൻ്റെ മനസ്സിനെ ഒരുക്കിയിട്ട് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. തിരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകളും വ്യത്യാസങ്ങളും നയങ്ങളും മാതാപിതാക്കളും മാറ്റേണ്ടത് ആവശ്യമാണ്. അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ കൊണ്ടുവരാവുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ കുട്ടി അൺസേഫ് ആണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള നടപടികൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വളരെ നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ ഇക്കാര്യത്തിൽ വിശദമായി തന്നെ പ്രതികരിച്ചതിന്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 13 വയസ്സുകാരി കഴക്കൂട്ടത്തു നിന്നും യാത്ര തിരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കുട്ടി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് കുട്ടി മറ്റൊരു ട്രെയിനിൽ വീണ്ടും കയറുന്നു. അത് ഗുവാഹത്തിയിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുമാനം. ഈ മേഖലകളൊക്കെയും കേന്ദ്രീകരിച്ച അന്വേഷണം ഇപ്പോൾ പോലീസ് സംഘം വ്യാപിപ്പിക്കുകയാണ്. സാധ്യമായ എല്ലാ മാർഗത്തിലൂടെയും കുട്ടിയെ കണ്ടെത്താനും തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 13 വയസ്സുകാരുടെ യാത്ര എങ്ങോട്ട്, എവിടെയാണ് ഈ കുട്ടി എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ വളരെ സമഗ്രമായി പരിശോധിച്ചത്.